ഈ ചർച്ചാ പരിപാടിയിൽ നിങ്ങൾ കേൾക്കുന്ന വിഷയങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ യെരുശലേമിലെ യഹൂദ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ സിയോനെ ഉഴുതു മറിക്കുമെന്ന പ്രവചനം നിവൃത്തിയായത് എങ്ങനെ, ക്രിസ്തുവിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളങ്ങൾ ക്രിസ്തു പറഞ്ഞത് നിവൃത്തിയാകുന്നുണ്ടോ, ദേവാലയമുള്ളതുകൊണ്ട് എന്നും ദൈവമുണ്ടാകുമെന്നത് ശരിയാണോ, യെരുശലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിൽ എന്തുകൊണ്ട് തുറക്കാതിരിക്കുന്നു, ആ വാതിൽ യേശു ക്രിസ്തു എപ്പോൾ തുറക്കും, ക്രൂശുമരണത്താൽ പാപപരിഹാരത്തിനായി വന്ന ക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വരുന്ന ക്രിസ്തു, ഇലയുള്ള അത്തിവൃക്ഷമായി ഇസ്രായേൽ നൽകുന്ന ആത്മീയ പാഠങ്ങൾ. രാജരാജൻ യേശുരാജൻ മേഘാരൂഢനായി വരുമ്പോൾ കാണും ഞാനും സ്വന്ത കണ്ണാൽ കാണും. തേജസ്സിൽ പ്രത്യാശ വെപ്പോർ മധ്യാകാശെ കൂടിടുമ്പോൾ ചേരും ഞാനും കൂടെ ചേരും ഞാനും. ആനന്ദം ആമഹൽ സമ്മേളനം ആഹർഷത്തിൻ ദിനം കുഞ്ഞാടിൻ കല്യാണം. കാഹളത്തിൻ ശബ്ദം കേൾപ്പാൻ കാതോർത്തു കാത്തിടുന്നോർ കേട്ടിടുമേ, ശബ്ദം കേട്ടിടുമേ. ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. ജോൺ പി തോമസ് സാറെ വീണ്ടും കാണാനിടയായാൽ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുൻപ് സാറ് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രഭാഷണം നൽകിയപ്പോൾ ഈ യഹൂദന്മാരെക്കുറിച്ച് ഇസ്രായേൽ രാഷ്ട്രം ഒരടയാളമായിരിക്കും ലോക ജനതയ്ക്ക്, ലോകരാഷ്ട്രങ്ങൾക്കെന്ന് പറയുണ്ടായി. അതിൽ പഴയ നിയമത്തിൽ ഒരു തവണയും അതുപോലെ കർത്താവായ യേശുക്രിസ്തു സുവിശേഷങ്ങളിലും പിന്നെ ഏറ്റവും അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അന്നേരം സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് അതിനെക്കുറിച്ച് തന്നെ മറ്റു ചില കാര്യങ്ങളൂടെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെവിടെയാണ്, അത് എന്തിനെയാണ് കാണിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, ഈ ആനുകാലിക ലോക സംഭവങ്ങളുടെ ഇടയിൽ അതിനെന്തെങ്കിലും കാലികമായ പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ബൈബിൾ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനം യഹൂദ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലുള്ള പ്രവചനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചു, ആവർത്തനം 28:46 അവരുടെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ, ഭാവിയിൽ നടക്കുന്നത് പറഞ്ഞ ശേഷം ഇതൊരു അടയാളമാണ്, അത്ഭുതമാണ് എന്ന് ദൈവം നമ്മോട് പറയുകയുണ്ടായി. എന്നാൽ അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയുണ്ടായി, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന്. അവിടെയും അടയാളം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത് ഏകവചനത്തിലാണ്. അത് ശരി. അതിന് മറുപടി കർത്താവ് യഹൂദ രാഷ്ട്രത്തെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടാണ്. ആ ഭാഗം ബൈബിളിൽ നിന്നൊന്ന് കാണിച്ചു തരാമോ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമാണ്. ഒലിവമല പ്രഭാഷണം എന്നറിയപ്പെടുന്ന 2 അധ്യായങ്ങളാണ് മത്തായി 24-ഉം 25-ഉം. ഈ ഒലിവമല പ്രഭാഷണം എന്ന് പറയാൻ കാരണം എന്താണ്? കർത്താവിന്റെ അവസാനത്തെ ആഴ്ച ചെലവഴിക്കുന്നത് ഒലിവുമലയിലും യെരുശലേം ദേവാലയത്തിന്റെ അങ്കണത്തിലും യെരുശലേമിലും മറ്റുമാണ്. അപ്പോൾ ആ മലയിൽ ഇരുന്നാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒലിവുമലയിൽ ഇരുന്നുകൊണ്ട് താൻ പറഞ്ഞ വാക്കുകളാണ് 24-ഉം 25-ഉം അധ്യായം. അതുകൊണ്ടാണ് ഒലിവുമല പ്രഭാഷണം എന്ന് പറയുന്നത്. എന്നാൽ അത് എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത് എന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാർ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ, യഹൂദന് വളരെ മനോഹരമായൊരു ദേവാലയമുണ്ട്. ഏതാണ്ട് 46 വർഷമായി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൽ അന്ന് നിലനിൽക്കുന്ന മന്ദിരങ്ങളിൽ ഏറ്റവും മനോഹരവും ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ദേവാലയമായിരുന്നു യഹൂദന്റെ ദേവാലയം. അത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ സമയത്തല്ലേ? യെസ്. അതിന്റെ കല്ലുകളൊക്കെ, അതിന്റെ മതിലിന്റെ കല്ലുകൾ ഇന്ന് അവശേഷിക്കുന്നു. അതാണ് വിലാപ മതിലെന്ന്, വെയിലിംഗ് വാൾ എന്ന് നാം പറയുന്നത്. അത് ശരി. അന്നത്തെ അവിടെ കണ്ടുപിടിക്കപ്പെട്ട കല്ലുകളിൽ 24 അടി വരെ നീളമുള്ള കല്ലുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10, 20, 30 ടൺ ഭാരമുള്ളതും BC 20-ൽ തുടങ്ങി പിന്നെയും ഒരു 30 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പണി ഹെരോദ രാജാവിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണി നടത്തിയ ഒരു ദേവാലയമായിരുന്നു യഹൂദന്റെ ദേവാലയം. ഭീമമായ കല്ലുകൾ ഒന്നിന്റെ മേലൊന്ന് അടുക്കി വെച്ചു. സിമന്റ് മുതലായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഈ ഭീമമായ കല്ലുകളുടെ വലുപ്പം മൂലം ഒന്നിന്റെ മേലൊന്ന് അടുക്കി വെച്ച് ഇതിന്റെ അകമൊക്കെ തങ്ങം കൊണ്ട് പൊതിഞ്ഞ് അതിന്റെ മുന്നൽ മാർബിളും മറ്റും ഉപയോഗിച്ച് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മറ്റൊരു സൂര്യൻ ഉദിക്കുന്നുവെന്ന് അതിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് തോന്നത്തക്കവണ്ണം അതിന്റെ പണികൾ അത്ര മനോഹരമായിരുന്നു. അത് ശരി. ഏത് യഹൂദനും അതിൽ അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ കർത്താവിന്റെ അവസാനത്തെ ദിവസം അതിന്റെ ചുറ്റും ശിഷ്യന്മാരോടൊത്ത് സമയം ചെലവഴിച്ചപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞ വാക്കാണ് മത്തായി 24-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. മത്തായി 24-ന്റെ 1-ാം വാക്യം, 1-ഉം 2-ഉം വാക്യം. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ എന്ന് ചോദിച്ചു.
അതിന്റെ മറുപടി എന്തായിരുന്നു കർത്താവ് പറഞ്ഞേ? തുടർച്ചയായിട്ട് പറയുന്നത് കർത്താവ് പറയാണ്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്ക, ഇത്ര വലിയ ദേവാലയം ഒരു കല്ലിന്റെ മേൽ ഒരു കല്ല് ശേഷിക്കാതെ വരുമെന്ന് കർത്താവ് പറഞ്ഞു. ഇവരുടെ ഹൃദയത്തിൽ വലിയ ചിന്തകളുണ്ടായി. യഹൂദന്റെ കയ്യിൽ അന്ന് ഇരിക്കുന്നത് പഴയ നിയമമേ ഉള്ളൂ. അതായത് മലാഖിയുടെ പുസ്തകം വരെ, ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെയുള്ള പുസ്തകമുള്ളൂ. പുതിയ നിയമം രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് സാർ പറയുന്നത് ഈ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 39 പുസ്തകങ്ങളേ ഉള്ളൂ. അതിൽ അവസാനത്തെ പുസ്തകമാണ് മലാഖിയുടെ പുസ്തകം. അതിൽ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം വായിച്ചാൽ, നീ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ പെട്ടെന്ന് തന്റെ ആലയത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ, യഹൂദൻ അന്വേഷിക്കുന്ന അവരുടെ മശിയ അവരുടെ ആലയത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് പ്രവചനം അവസാനമായിട്ട് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ പ്രവചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിലാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷ അനുസരിച്ച് ദേവാലയത്തിലാണ് അവരുടെ മശിയ പ്രത്യക്ഷപ്പെടേണ്ടത്. എന്നാൽ ഈ ദേവാലയം ഇപ്പം തകർക്കപ്പെടാൻ പോവുകയാണെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ആ ശിഷ്യന്മാർ ചോദിച്ചു, അതെപ്പോൾ സംഭവിക്കും? അടുത്ത വാക്യം നോക്കിയേ. അതോടുള്ള ബന്ധത്തിലാണ് അടുത്ത 3 ചോദ്യങ്ങൾ വരുന്നത്. അതിന്റെ 3-ാം വാക്യം, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും. അത് എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിന്റെ തകർച്ച. ഓ, അത് ശരി. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. കണ്ടോ, 3 ചോദ്യമാണ്. അതെപ്പോൾ സംഭവിക്കും? നീ പറഞ്ഞു ദേവാലയം തകർക്കപ്പെടും. അതിന്റെ മറുപടി കർത്താവ് പറഞ്ഞു. ആ മറുപടി മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് ശരി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം എടുത്തു നോക്കിയാട്ടെ, 19-ാം അധ്യായം. 19-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം വേണമെങ്കിൽ 21-ാം അധ്യായം വായിച്ചോ, കുറച്ചുകൂടെ ക്ലിയർ ആണ്. 21-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. ലൂക്കോസ് 21-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ള മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. യെസ്. അതുപോലെ 19-ാം അധ്യായത്തിന്റെ 41 തൊട്ടൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് വിശേഷം 19-ന്റെ 41 തൊട്ട് 44 വരെയുള്ള വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇവിടെ ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം. യേശുക്രിസ്തു യഹൂദനോട് പറയാ, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ശൂന്യം അടുത്തുനിന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതെ. അപ്പം നിങ്ങൾ ഓടിക്കോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു സൈന്യം വന്നൊരു പട്ടണത്തെ വളയുകയാണ്. യെരുശലേം എന്ന് പറയുന്ന പട്ടണം മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട പട്ടണമാണ്. റോമൻ സൈന്യം വന്ന് യെരുശലേമിനെ വളഞ്ഞിരിക്കുകയാണ്. അന്നേരം എങ്ങനെയാ ഓടിപ്പോൻ ഒക്കുന്നേ? അത് യുക്തിക്ക് ചേരാത്ത ഒരു കാര്യമായിട്ട് തോന്നുക. നമുക്കത് വീണ്ടും ചരിത്രം നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അത്ഭുതകരമായ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ AD 70 റോമൻ സൈന്യാധിപനായ തീത്തോസ് വന്ന് ഈ ദേവാലയം നശിപ്പിക്കുന്നതിന് അല്പം മുമ്പ് റോമൻ സൈന്യം വന്ന് യെരുശലേമിനെ വളഞ്ഞിരുന്നു. അത് ശരി. യെരുശലേമിനെ വളയുമ്പോഴാണ് റോമൻ ചക്രവർത്തി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് ആ സൈന്യാധിപൻ മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ആ സൈന്യാധിപൻ മടങ്ങിപ്പോയിട്ട് ഈ മടങ്ങിപ്പോയ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പട്ടണത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് ആക്ഷരികമായി വിശ്വസിച്ച വിശ്വാസികളുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവരുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചിരുന്ന യഹൂദന്മാരായി പട്ടണത്തിലുണ്ടായിരുന്നവര് അവിടെ നിന്നവർ ഓടി പെല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും റോമൻ സൈന്യാധിപനായ തീത്തോസിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം വന്ന് യെരുശലേമിനെ വീണ്ടും വളഞ്ഞു. അവർ ചുറ്റും കിടങ്ങൾ കുഴിച്ചു. ഒരു വ്യക്തി പുറത്തു പോകാതെയും ഒരു വ്യക്തി പുറത്തുനിന്ന് അകത്ത് കയറാതെയും ഇവരെ ഞെരുക്കുകയാണ്. കാരണം സൈന്യാധിപൻ കൽപ്പന കൊടുത്തിരുന്നു ദേവാലയം നശിപ്പിക്കരുതെന്ന്. അതിനുവേണ്ടി അവർ ചുറ്റും കിടങ്ങൾ കുഴിച്ചു. അതാണ് നമ്മൾ ലൂക്കോസിൽ വായിക്കുന്നത്, നിന്റെ ചുറ്റും കിടങ്ങ് കുഴിച്ച് നിന്നെ നിന്റെ മക്കളെ ഞെരുക്കിക്കളയെന്ന് വായിച്ചു. അത് എവിടെ സാറേ പറഞ്ഞിരിക്കുന്നു? ഒന്നുകൂടെ നോക്കിയോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായമല്ലേ? അതെ, 43. ഓക്കെ, അത് ശരിയാ. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തു നിന്ന് ഞെരുക്കി നിന്നെയും നിന്നുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. എത്ര ആശ്ചര്യം! AD 70 ഏതാണ്ട് 4-5 മാസങ്ങൾ ഇവർക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ അകത്തുനിന്ന് പുറത്തു പോകാതെയും റോമൻ സൈന്യം ചുറ്റും വലിയ കിടങ്ങ് കുഴിച്ച് കാവൽ കിടക്കുക. എന്താ കാരണമെന്നറിയാമോ? ഈ യഹൂദന്മാർ കീഴ്പ്പെട്ടാൽ മതി. പക്ഷെ അവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ദേവാലയം നിൽക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കുണ്ട്, അവർക്കൊരു ദോഷവും സംഭവിക്കില്ലെന്ന്.
അങ്ങനെ യഹൂദന്മാർ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഈ യഹൂദന്റെ ദേവാലയം ദൈവം നശിപ്പിക്കാൻ തുടങ്ങിയാണ്. കാരണം അവന്റെ ധാരണ ദേവാലയം നിൽക്കുന്നത് കൊണ്ട് അവനൊരു ദോഷവും സംഭവിക്കത്തില്ല. വേണേ എടുത്തു നോക്കിയോ, മീഖ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവചനം നോക്കാം. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9 തൊട്ട് വായിച്ചേ. എന്തുകൊണ്ടാണ് ദേവാലയം നശിപ്പിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. മീഖ പ്രവചനം 3-ന്റെ 9 തൊട്ട് 12 വരെ നമുക്ക് ഏതാനും വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പിൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരുശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. കണ്ടോ, ഇത് വളരെ അതിശയമായിരിക്കുന്നല്ലോ സാർ. ആരൊക്കെയാണെന്ന് നോക്കിയാട്ടെ. അവരുടെ പുരോഹിതന്മാര്, അവരുടെ പ്രവാചകന്മാരുടെ, അവരുടെ ന്യായാധിപന്മാര്, അവരൊക്കെ പണം വാങ്ങി ന്യായത്തെ മറിച്ചു കളയുകയും അന്യായമായി പ്രവചിക്കുകയും എന്ന് പറഞ്ഞാൽ അവരുടെ സിവിൽ റിലീജിയസ് അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കറപ്റ്റഡായി. അതെ, അഴിമതി നിറഞ്ഞതായി. എന്നിട്ടും അവർ യഹോവയെ ചാരി. അതെ അതെ, യഹോവയെ ചാരുന്നതിന്റെ കാരണം എന്നായി ദേവാലയം നിൽക്കുന്നതുകൊണ്ടാണ്. അവരുടെ ധാരണ ദേവാലയം ഉണ്ടെങ്കിൽ ദൈവമുണ്ട് അവരുടെ മധ്യത്തിലുണ്ടെന്നൊരു ധാരണയാണ്. ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. അത് ഞാൻ ചിന്തിക്കുകയായിരുന്നു സാറേ. ഇന്നും അനേകർക്ക് അങ്ങനെയുള്ള ചിന്തയുണ്ട്. ഈ ദേവാലയം ഉള്ളപ്പോൾ അത് നമുക്ക് ദൈവമുണ്ടെന്നൊരു ധാരണ. പക്ഷെ അതുകൊണ്ട് ദൈവം എന്താ ചെയ്തതെന്ന് അടുത്തായിട്ട് വായിച്ചാട്ടെ. അതിന്റെ അടുത്ത വാക്യമാണോ? അതെ. യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാക്യമുണ്ടോ? അതുകൊണ്ട് ഒരു കാരണമുണ്ട്. അതുകൊണ്ട് നമുക്ക് അനർത്ഥം വരികയില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും. യെരുശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. കണ്ടോ, ഇത് AD 70 റോമൻ സൈന്യാധിപനായ തീത്തോസിന്റെ സൈന്യം ചെയ്ത കാര്യമാണ്. എന്താ സംഭവിച്ചത്? ഈ 6-4 മാസം ഇവർ ചുറ്റും വാടകോരി കാവൽ കിടന്നിട്ടും ഇവർ കീഴ്പ്പെടാതെ വന്നപ്പോൾ ആരോ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ദേവാലയം നശിപ്പിക്കരുത്. പക്ഷെ ആരോ സൈന്യത്തിൽപ്പെട്ട ഒരുത്തിനൊരു തീപ്പന്തം ഉണ്ടാക്കി വലിച്ചെറിഞ്ഞു ദേവാലയത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ ആ ചരിത്രം അപ്പോൾ ചിന്തിക്കണം. ഭക്ഷണമില്ലാതെ ഇവർ വലയുകയാണ്. കാരണം അകത്തെ ഭക്ഷണമൊക്കെ സ്വന്തം മക്കളെ പുഴുങ്ങിത്തിന്നായിട്ട് വായിക്കുന്നു. ചരിത്രം പറയുന്നത് ജോസീഫസും മസും അതങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ലേവ്യർ 26 പറയുന്നുണ്ട്, നിന്റെ മക്കളുടെ മാംസം നീ തിന്നുവെന്നുള്ളത്. അത് അതുപോലെ നടന്നു. എന്നിട്ടും അവർ കീഴ്പ്പെടുന്നില്ല. കാരണം ദൈവം അവരെ രക്ഷിക്കുന്ന ഒരു ധാരണയാണ്. ഈ തീപ്പന്തം വലിച്ചെറിഞ്ഞു, ദേവാലയത്തിന് തീ പിടിക്കുന്നു. യഹൂദ പടയാളികൾ ഇരച്ചു കയറുകയാണ്. ഇതിനാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് വായിച്ചാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ദാരുണമായ ദയനീയമായ കാഴ്ചയായിരുന്നു അതാണ്. കാരണം അതുവരെ മാസങ്ങളായി പട്ടിണി കിടന്ന് കാവൽ ചെയ്ത ദേവാലയം തീപിടിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ യഹൂദന്മാർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായി ദേവാലയത്തിനകത്തോട്ട് ഇരച്ചു കയറുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ. പക്ഷെ അവർ ഇരച്ചു കയറുമ്പോൾ റോമൻ പടയാളികൾ വാളുകൊണ്ട് അവരെ വെട്ടിവീഴ്ത്തുകയാണ്. ലൂക്കോസ് 21 കർത്താവ് പറഞ്ഞു, നീ വാളിന്റെ വായ്ത്തിലയാൽ വീഴും. അതെ, അങ്ങനെ തന്നെ ഇപ്പൊ നമ്മൾ വായിക്കും. നോക്കുക, അവരെ വെട്ടിവീഴ്ത്തിയിട്ട് അടുത്ത കാര്യം സംഭവിച്ചത് ഓർക്കണം. ഇവരെ കൊന്നുകഴിഞ്ഞിട്ട് പലരെയും അടിവുകളായി കൊണ്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ അകം പൂശിയിരുന്ന അലങ്കരിച്ചിരുന്ന സ്വർണങ്ങളും മറ്റും ഉരുകി ഈ ഭീമമായ കല്ലുകളുടെ ഇടയിൽ കയറിയപ്പോൾ നമ്മൾ ഓർത്തു, വലിയ കല്ലുകളാ. ഇത് കവർ ചെയ്യുവാൻ റോമൻ പടയാളികൾ ഓരോ കല്ലുകൾ മറിച്ചിട്ടു. ചരിത്രം രേഖപ്പെടുത്തി. റോമൻ പടയാളികൾക്ക് എന്തോ ഒരു ധാരണ കിട്ടി, ദേവാലയത്തിന്റെ അടിയിൽ നിധിയുണ്ട്. അവർ പരിചയം സൃഷ്ടിച്ച ആനയെ കൊണ്ടുവന്ന് അവിടെ ഉഴുതു മറിച്ചു. നമ്മൾ വായിച്ച ഭാഗത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് അതുപോലെ നിവർത്തിക്കപ്പെട്ടു. മീഖ പറഞ്ഞു, നിന്റെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴുവും. അത് അക്ഷരം പ്രതി നിവൃത്തിയായി. അക്ഷരം പ്രതി അവിടെ ഉഴുതു മറിച്ച് കാട്ടിലെ മേടുകൾ പോലെ കൽക്കുന്നുപോലെ യെരുശലേമാക്കി തീർന്നു. വളരെ അതിശയമായിരിക്കും. മാത്രമല്ല ചരിത്രം പറയുന്നുണ്ട്, ഈ ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഏതാണ്ട് 10 മൈൽ ചുറ്റളവിലുള്ള മരങ്ങളൊക്കെ പിഴുതു മാറ്റിയെന്നാണ്. അത് പിഴുത് നശിപ്പിച്ച് യെരുശലേം നശിപ്പിച്ചു. നിന്റെ നിമിത്തം സിയോൻ വയൽ പോലെ വിഴും. അതിന്റെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. ദേവാലയത്തിന്റെ വലുപ്പമോ ഭക്തി നിർഭരമായ യാഗങ്ങളോ ആ ഉത്സവങ്ങളൊന്നും അവിടെ നടത്തണം. അവർക്ക് പുരോഹിതന്മാരുണ്ട്, യാഗമുണ്ട്, ഉത്സവങ്ങളുണ്ട്, ആലയത്തിന്റെ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവമില്ല. ദൈവം ഉണ്ടെന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം അവിടെ ഇല്ലെന്ന് ദൈവം തെളിയിച്ചു. ദൈവം അവിടെ തെളിയിക്കുകയാണ്. ഹെരോദ രാജാവിന്റെ ദേവാലയം ഏതാണ്ട് 46 വർഷം കൊണ്ട് പണിതുവെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 2:20 ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് 46 വർഷം കൊണ്ട് പണിതു, നീ ഇതിനെ 3 ദിവസം കൊണ്ട് പണിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 46 വർഷമെടുത്ത് പണിത ഈ ആലയമാണ് മനോഹരമായ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ
കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ ആ ചോദ്യത്തിന്റെ മറുപടി ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സംഭവിക്കേണ്ടത് 2ഉം 3ഉം ചോദ്യത്തിന്റെ മറുപടിയാണ്. അത് നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷത്തിൽ അതെ, 24-ാം അധ്യായത്തിലാണ്. അതിന്റെ 3-ാം വാക്യത്തിലാണ് ആ 3 ചോദ്യം നമ്മൾ കണ്ടത്. അത് അല്ലേ 24. അത് എപ്പോൾ സംഭവിക്കുമെന്നും അതെപ്പോൾ സംഭവിക്കും? സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞു കഴിഞ്ഞാൽ ശൂന്യകാലം അടുത്തെന്നറിയണം. കർത്താവ് ഇത് പറഞ്ഞിട്ട് സൈന്യങ്ങൾ ആദ്യം വളഞ്ഞു കാണുന്നത് AD 70-ലാണ്. അതെ അതെ, AD 70 ആദ്യമായിട്ട് സൈന്യം വളഞ്ഞു. ആദ്യമായിട്ട് അത് സംഭവിച്ചു. അടുത്തത് അതിന്റെ പുറകെ പിന്നെയും ചോദ്യങ്ങളുണ്ടല്ലോ. ഉണ്ട്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുക. അവിടെ ഇവരെ ചോദിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ ചോദിച്ചത് ഒരടയാളത്തിനാണ്. ഏകവചനം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ, ഇല്ലേ? ബഹുവചനം അടയാളങ്ങൾ തരണമെന്നല്ല പറഞ്ഞ്. അടയാളം ഏകവചനമാണ്. കർത്താവ് അതിന് മറുപടി പറഞ്ഞത് ഒരടയാളമാണ്. അതിന്റെ 32-ാം വാക്യം നോക്കിയേ. 32-ാം വാക്യം, അത്തിയെ നോക്കി ഒരു ഉപമ ഒരു ഉപമ. നീ ഞങ്ങൾക്ക് ഒരടയാളം തരണം. അവൻ അവർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. എന്താണ് ആ വാക്യം? ഒന്ന് വായിച്ചു നോക്കിയ താഴോട്ട്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത ഭാഗം കൂടെ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. കർത്താവ് സത്യമിട്ടും വീണ്ടും ഉറപ്പിച്ച ഒരു കാര്യം പറയുകയാണ്. നിന്റെ വരവൻ അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. ആദ്യമേ എനിക്കിവിടെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുണ്ട്. യേശുക്രിസ്തു എന്തിനാണ് ഈ അടയാളം ഒരു ഉപമയിലൂടെ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എടുത്താട്ടെ. നമ്മളിൽ ഏറിയ പങ്കും മനസ്സിലാക്കാത്ത ഒരു കാരണം കൊണ്ടാണ് കർത്താവ് ഉപമയിലൂടെ അത് സംസാരിച്ചത്. മത്തായി 13-ന്റെ 10-ാം വാക്യം തുടങ്ങി ഒന്ന് വായിച്ചു നോക്കി. മത്തായി 13-ന്റെ 10-ാം വാക്യം തുടങ്ങി. 13-ന്റെ 10-ാമത്തെ വാക്യം. പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ചു. യേശുക്രിസ്തു അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ദൈവിക സത്യങ്ങൾ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലും നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രവചനങ്ങളെ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിടുക. അന്ത്യകാലത്ത് അനേകർ വായിച്ച് ജ്ഞാനം വർദ്ധിക്കും. എന്നിട്ട് എടുത്തു പറഞ്ഞു, ബുദ്ധിമാന്മാർ ഗ്രഹിക്കും, ദുഷ്ടന്മാരിൽ ആരും ഇത് തിരിച്ചറിയില്ല. ദൈവം അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് കർത്താവിന്റെ ചുറ്റും വലിയൊരു സമൂഹം കൂടുകയാണ്. അവര് കർത്താവിനെ വാക്കിൽ കൊടുക്കാനുള്ളവരുണ്ട്, അവന്റെ യഥാർത്ഥ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ മധ്യത്തിൽ കർത്താവ് ചില കഥകളൊക്കെ പറഞ്ഞപ്പോൾ അവർ രസിച്ചിട്ട് പറഞ്ഞു, ഇവൻ സംസാരിച്ച പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. പിടിക്കാൻ പോകുന്ന റോമൻ പടയാളികളും അതാ പറഞ്ഞു, ഇവരെ പോലെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. പക്ഷെ അവർക്ക് ഇതിന്റെ സത്യങ്ങൾ മനസ്സിലായില്ല. ഈ ഉപമകളുടെ അകത്ത് സ്വർഗരാജ്യത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറഞ്ഞുകിടക്കുന്ന സത്യം, മിസ്റ്ററി, ഹിഡൻ ട്രൂത്ത്. ഇതിനകത്ത് ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. ഈ ഉപമയ്ക്കകത്ത് എന്താണ് ഹിഡൻ ട്രൂത്ത്? യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരുന്ന ഈ ഇതയിലും എന്താണ് ഈ ഹിഡൻ ട്രൂത്ത്? ഈ അത്തിവൃക്ഷം എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ട് അതിനൊരു സംഭവം നടന്നിട്ടുണ്ട്. കർത്താവിന്റെ അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നതാണ്, നമുക്കറിയാം, ഹോശന്ന ഞായറാഴ്ച കൊണ്ട് തുടങ്ങിയാണ്. തന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പിലത്തെ ആഴ്ച. ആ ക്രൂശ് മരണത്തിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനം കർത്താവ് നിവർത്തിക്കുകയാണ്. അതെന്താണ്? അത് സക്രിയാവ് 9:9 നിവർത്തിക്കുകയാണ്. അത് നമുക്ക് മത്തായി 21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വേണേ വായിച്ചു. സക്രിയാവ് 9:9 ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് ഏതാണ്ട് 500 വർഷം മുമ്പ് സക്രിയാവ് പ്രവചിച്ചു അവരുടെ രാജാവിനെ എങ്ങനെ തിരിച്ചറിയാം. 9:9. യേശുക്രിസ്തു വരുന്നതിന് എത്ര വർഷം മുമ്പുള്ള? ഏതാണ്ട് 500 വർഷം മുമ്പ്. 500 വർഷം മുമ്പുള്ള പ്രവചനമാണിത്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രി ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു നോക്കണം, രാജാക്കന്മാർ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാറില്ല. രാജാക്കന്മാര് സാധാരണ കുതിരപ്പുറത്താണ്. എന്നാൽ സൗമ്യനായ അവരുടെ രാജാവ് ഒരു കഴുതയുടെ കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുക. ഇതെന്ന് സംഭവിച്ചു? ഹോശന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞ ലോകത്തിൽ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമുണ്ട്. അതെ, ലോകവ്യാപകമായിട്ട് ഹോശന്ന ഞായറാഴ്ച ആചരിക്കുന്നുണ്ട്. അതാണ് ഈ സംഭവം. നമ്മൾ ഇനി മത്തായി 21 എടുത്ത് ഇതിന്റെ ആക്ഷരിക നിവൃത്തി ഒന്ന് കാണാം. മത്തായി 21.
അതെ, 21-ാം 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചു. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. സാറേ, ഇത് മുമ്പേ നമ്മൾ വായിച്ച 500 വർഷത്തിന് മുമ്പുള്ള ആ സംഭവമല്ലേ? അന്ന് പറഞ്ഞത് ഇവിടെയാണ് നിവർത്തിക്കപ്പെടുന്നത്. വളരെ ആശ്ചര്യകരമായ കാര്യങ്ങളാണിത്. യെസ്, ഈ സംഭവമാണ് പ്രവചനത്തിൽ ആശ്ചര്യമായി ഹോശന്ന ഞായറാഴ്ച കർത്താവ് നിവർത്തിക്കുന്നത്. സാറേ, ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിന് അന്നൊരു കുതിരയെ കിട്ടാഞ്ഞതുകൊണ്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്തെന്ന അല്ല, പ്രവചന നിവൃത്തിയായിരുന്നു. പ്രവചന നിവൃത്തിയാണ്. ആശ്ചര്യമായി ഒരു കഴുതയുടെ പുറത്ത് സൗമ്യനായി അവൻ വാഹനമേറി അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അന്നവനെ അവർ രാജാവായിട്ട് അംഗീകരിച്ചു. പട്ടണം മുഴുവൻ ഇളകി. അവന്റെ മുന്നിൽ വസ്ത്രങ്ങൾ വിതറി, ചില്ലിക്കമ്പുകൾ വെട്ടി വിതറി. അവനെ പട്ടണം മുഴുവൻ ഇളകി. അവൻ കിഴക്കേ വാതിലിനകത്തൂടെ കയറി യെരുശലേമിൽ പ്രവേശിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും അത് ശ്രദ്ധിക്കണം, കിഴക്കേ വാതിലൂടെ. ഇനി ഞാനൊരു സംഭവം പറയാം. ചരിത്രത്തിൽ നിങ്ങൾ ഇന്നൊന്ന് അപഗ്രഥിച്ചു നോക്കുക. യെരുശലേം, ഞാൻ ഓർപ്പിച്ചു, പല മതിൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. അതിന് പല വാതിലുകളും ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് കിഴക്കേ വാതിൽ. അത് ശരി. യേശുക്രിസ്തു ഇതിന്റെ അകത്ത് കയറുന്നത് കിഴക്കേ വാതിലൂടെയാണ്. എന്നാൽ ഞാനൊരു സത്യം പറയാം, ഇന്നും ആ കിഴക്കേ വാതിൽ അടച്ചിട്ടിരിക്കുക. ഓഹോ, അത് ശരി. ഇന്ന് ആശ്ചര്യമായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് ആ കിഴക്കേ വാതിൽ അടച്ചിട്ടിരിക്കുക. സാറേ, ഇന്ന് യെരുശലേം ദേവാലയം ഇല്ലല്ലോ, അപ്പൊ പിന്നെ കിഴക്കേ വാതിൽ അടച്ചിട്ടിരിക്കുക. വിലാപ മതിലും ആ വതിലിന്റെ ചുറ്റുമുള്ള സ്ഥലം, ആ മതിലൊക്കെ ഇന്ന് നിൽപ്പുണ്ട്. ഓ, അത് ശരി. അതിനൊരു കിഴക്കേ വാതിലുണ്ട്. ഈ കിഴക്കേ വാതിൽ ഇന്നും അടഞ്ഞു കിടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു അതിലൂടെ പ്രവേശിച്ചുകൊണ്ടാ. ദൈവം അത് മുമ്പ് വിട്ട് പ്രവേശിച്ചിരുന്നു. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? എടുത്താട്ടെ എസെക്കിയേൽ പ്രവചനം. നമുക്ക് ഈ ഇപ്പോൾ വായിച്ച വാതിലേക്ക് മടങ്ങി വരാം. എന്നാൽ എസെക്കിയേൽ 44 എടുത്താട്ടെ. ഈ കിഴക്കേ വാതിൽ തുറക്കുവാൻ ശ്രമിച്ചവരൊക്കെ എന്തെങ്കിലും കാരണങ്ങളാൽ മാറ്റപ്പെടുകയോ അനർത്ഥങ്ങൾ സംഭവിക്കുകയോ ചെയ്തു. 1967 യോർദാന്റെ രാജാവായ കിങ് ഹുസൈൻ ഇത് തുറക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ 67 ആ പ്രതലം തന്നെ തന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി യഹൂദന്റെ കയ്യിൽ വന്നു. അത് ശരി. ഈ കിഴക്കേ വാതിലിന്റെ ഒരു ഭാഗം മുസ്ലിം ആളുകളുടെ ശവപ്പറമ്പാണ്. അത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് തുറക്കാനായിട്ടൊക്കില്ല. വായിച്ചു നോക്കി. എന്നാൽ അതിനു മുമ്പ് ദൈവം ഒരു കാര്യം പറഞ്ഞു. എസെക്കിയേൽ പ്രവചനം 44 1-2 വാക്യം. 44 1-2. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഭയങ്കര അതിശയമായിരിക്കുന്നു. മനസ്സിലായോ? ഈ സക്കറിയാവ് 9:9 നിവർത്തിച്ചുകൊണ്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ രാജാവുമായി കയറിയത് കിഴക്കേ വാതിലൂടെയാ. ആ ഓശാന ദിവസം. യെസ്, അത് ശരി. ദൈവം പറഞ്ഞു അത് അടച്ചിട്ടിരിക്കണം, കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിലൂടെയാണ് കടന്നത്. ഇനിയും കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ കിഴക്കേ വാതിൽ തുറക്കും. വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ, വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. അതാണ് നമ്മള് സങ്കീർത്തനം 24-7 തൊട്ടുള്ള വാക്യത്തിൽ വായിക്കുന്നത്. നമ്മൾ പലപ്പോഴും അത് മറ്റു പല രീതിയിൽ ചിന്തിക്കാറുണ്ട്. എന്നാൽ ആശ്ചര്യമായ നിവൃത്തി സങ്കീർത്തനം 24-7 തൊട്ട് 10 വരെയുള്ള വാക്യം യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. വായിച്ചാട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ.
വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള ഗതകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. സാറേ, ഇത് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള എന്നാൽ ഇതിന്റെ ആശ്ചര്യ നിവൃത്തി യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് ശരി. അവൻ ഇസ്രായേലിന്റെ രാജാവായി, അവൻ ഭൂമിയുടെ രാജാതിരാജാവായി, അവൻ വെള്ളക്കുതിരപ്പുറത്തായി ഇനി മടങ്ങി വരുന്നത്. വെളിപാട് ദിവസം 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒരു വെള്ളക്കുതിരപ്പുറത്ത്. ഈ ഭൂമിയിൽ അവന് യാത്ര ചെയ്യുവാൻ ഒരു കഴുത കിട്ടിയുള്ളൂ. അവന്റെ ശിരസിൽ മുൾക്കിരീടമാണ് അവർ കൊടുത്തത്, അവന്റെ കയ്യിൽ പരിഹാസത്തിന്റെ കോലാണ് അവർ കൊടുത്തത്. അവന്റെ ശിരസിൽ വെളിപാട് ദിവസത്തിൽ വായിക്കുന്നു, അനേക രാജമുടികൾ, അനേക കിരീടങ്ങൾ ഉണ്ടായിരിക്കും. ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് തകർത്ത് കളയുവാൻ, കുശവന്റെ പാത്രം പോലെ തകർക്കുവാൻ അവന്റെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോൽ ഉണ്ടായിരിക്കും. അവൻ യാത്ര ചെയ്യുന്നത് ഒരു വെള്ളക്കുതിരപ്പുറത്തായിരിക്കും. ഒരിക്കൽ അവൻ പാപത്തിന്റെ പരിഹാരത്തിന് അറുക്കപ്പെടുവാനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇനിയും അവൻ രാജാവായിട്ട് വരുമ്പോൾ സ്വർഗത്തിൽ കേൾക്കുന്ന മഹാഘോഷമാണ് വാതിലുകളെ തുറക്കുവാൻ. അന്ന് അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കും. എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഇന്ന് കിഴക്കേ വാതിൽ തുറക്കാത്തത്? നമ്മൾ ചിന്തിക്കും രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. പക്ഷെങ്കിൽ പ്രവചനത്തിൽ മുമ്പ് കൂട്ടി രേഖപ്പെടുത്തി കർത്താവ് പ്രവേശിച്ചതുകൊണ്ട് അത് അടച്ചിടണം. വാസ്തവത്തിൽ ആ കാരണം കൊണ്ടാണ് അത് അടഞ്ഞു കിടക്കുന്നത്. രാഷ്ട്രീയമായ കാരണങ്ങൾ പലതും പറയാറുണ്ട്. എങ്കിലും ആത്യന്തികമായിട്ട് അത് ബൈബിൾ പ്രവചനത്തിന്റെ നിവൃത്തിയാണെന്നാണ് സാർ പറയുന്നത്. അതെ, അത് ബൈബിൾ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അല്ല എങ്കിൽ അതൊന്ന് തുറന്നു കാണിക്കുക. തുറക്കപ്പെട്ടിട്ടില്ല. തുറക്കുവാൻ ശ്രമിച്ചവരുടെ കയ്യിൽ നിന്നൊക്കെ അത് നഷ്ടമായി. 67 അവസാനമായി ജോർദാന്റെ രാജാവായ കിങ് ഹുസൈൻ അത് തുറക്കുവാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പ്രതലം അധികാരം നഷ്ടമായി. ഇന്ന് അത് യഹൂദന്റെ കയ്യിലാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് അത് തുറക്കുവാൻ സാധ്യമല്ലാതെ കിടക്കുകയാണ്. എന്നാൽ അത് തുറക്കപ്പെടാൻ പോവുകയാണ്. യേശുക്രിസ്തു അതിലെ വീണ്ടും പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാലത്ത് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ വന്നപ്പോൾ അവനെ പരിഹസിച്ച് നിന്ദിച്ച് അവനെ വേണ്ടെന്ന് പറഞ്ഞ ആ ലോകത്തിന് മുമ്പിൽ അവൻ മഹത്വത്തോടുകൂടെ വീണ്ടും വരാൻ പോവുക. എന്റെ പ്രിയ സഹോദര, ഒരു സത്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരിക്കൽ അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അവന്റെ ചുറ്റും നിന്ന് ആളുകൾ പറഞ്ഞു, അവനെ ക്രൂശിക്കാൻ പറഞ്ഞു. എന്നാൽ വെളിപാട് ദിവസം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവനെ കുത്തിയിട്ടുള്ളവർ മാത്രമല്ല, ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ നോക്കി വിലപിക്കും. അതെന്തിനു വേണ്ടിയാ യേശുക്രിസ്തുവിനെ നോക്കി വിലപിക്കുമെന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ലോകം വലിയ വിപത്തിന്റെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപത്തിന്റെ അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് വരുന്നത്. ഭൂമി അതിന്റെ സ്ഥാനത്ത് നിളകും. ലോകം ഒരു ന്യൂക്ലിയർ വാറിനകത്ത് അകപ്പെടും. ലോക ജനതയിൽ ഏതാണ്ട് 2/3 മരിച്ചു പോകും. മനുഷ്യൻ നിർജീവമായി, ഭയന്ന്, വിറച്ച്, യാതൊരു നിവൃത്തിയുമില്ലാതെ, അത് സന്ധ്യയാണോ സന്ധ്യയല്ല, പ്രഭാതമാണോ പ്രഭാതമല്ല, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ, അവനെ കാണുമ്പോൾ ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കും. ഒരിക്കൽ അവനെ വേണ്ട എന്ന് പറഞ്ഞവരെല്ലാം കരയും. അത് ശരി. അവൻ വന്നേ രക്ഷയുള്ളൂ എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു സന്ദർഭത്തിൽ അവൻ ലോകത്തിൽ വലിയ അധികാരസ്ഥനായി, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് അഗ്നിയിൽ അവൻ വരുമെന്നാണ്. അത് ശരി. ശക്തിയുള്ള ദൂതന്മാരുമായി വരും. മത്തായി 21 നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതെ, മത്തായി 21 അതിന്റെ 4-ാം വാക്യത്തെ നമ്മൾ കണ്ടു. അവൻ കഴുത കുട്ടിയുടെ പുറത്തു കയറി അവൻ രാജാവായി പ്രവേശിച്ചു. അതൊരു ഞായറാഴ്ചയാണെന്ന് ഞാൻ ഓർപ്പിച്ചു. അന്ന് 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 21:17. അതെ. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബേഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. അന്ന് ഞായറാഴ്ച രാത്രി ബേഥാനിയിൽ പാർത്തു. ഇനി 18-ാം വാക്യം നോക്കിയാട്ടെ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി വന്നു. മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. കണ്ടോ, ഇത് സംഭവിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. ഞായറാഴ്ച അവൻ യെരുശലേമിൽ പ്രവേശിച്ചു. നമ്മളിപ്പോൾ വായിച്ച പോലെ അവിടെ പ്രവേശിച്ചു. അവനെ രാജാവായിട്ട് സ്വീകരിക്കുന്നു. ഹോശന്ന ഞായറാഴ്ച. അടുത്ത ദിവസം ഈ അത്തിവൃക്ഷത്തെ അവൻ ശപിക്കുന്നു. വിശന്നിട്ടാണ്, കർത്താവ് ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. അപ്പോൾ ആ വിശന്നിട്ടാണ് ഈ ഒരു അത്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പഴം തിന്നാം എന്ന് വിചാരിച്ചു ചെന്നിട്ട് ഒന്നും കാണായികയാൽ അത് ഉണങ്ങിപ്പോയി ശപിച്ചപ്പോൾ. അടുത്ത ദിവസമാണ് മത്തായി 24 സംഭവം നമ്മൾ വായിക്കുന്നത്. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എടുക്കുമ്പോൾ ഈ ഉപമയെക്കുറിച്ച് അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തന്നപ്പോൾ അതിന്റെ 13-ാം വാക്യത്തിന്റെ അവസാനം ഒന്ന് വായിച്ച്. ഈ അത്തിയുടെ ഉപമ തന്നെ. അവൻ ഇല്ലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ.
അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നെങ്കിൽ സർവ്വജ്ഞാനിയായ കർത്താവ് എന്തിനാ പിന്നെ അത്തിപ്പഴം അന്വേഷിച്ചത്? ഇത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്ലാവിൽ ചക്ക കായ്ക്കാത്ത സീസണിൽ ചക്ക അന്വേഷിച്ച കാണുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇല്ല. 2, 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കർത്താവ് ഈ അത്തിയല്ലാതെ വേറെ എന്തിനേലും ശപിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല. കർത്താവ് ആകെ ശപിച്ചിരിക്കുന്നത് ഈ അത്തിയേ ഉള്ളൂ. അപ്പോൾ 2 വിരോധാഭാസമായ കാര്യം സംഭവിച്ചിട്ടുണ്ട്. സർവ്വജ്ഞാനിയായ കർത്താവ് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നെങ്കിലും അത്തിപ്പഴം അന്വേഷിച്ചു. 2, ഇതിനെ അല്ലാതെ മറ്റൊന്നിനെയും അവൻ ശപിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ ഈ 13ാം വാക്യത്തിൽ അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് കണ്ടു എന്നാ. അതെ, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഒരു അത്തിവൃക്ഷം. അനേക അത്തികളുണ്ട്, പക്ഷെങ്കിൽ ഇലയുള്ള ഒരു വൃക്ഷം കണ്ടു. എന്താ കാരണം? അത്തിപ്പഴത്തിന്റെ പ്രത്യേകത നമ്മൾ നോക്കിയാൽ ഈ അത്തി ശീതകാലം കഴിഞ്ഞ്, അതായത് തണുപ്പ് കാലം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ കായ്കളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഏക വൃക്ഷമാണ് ഈ അത്തി. അതിന്റെ തെളിവ് നമുക്ക് ഉത്തമഗീതത്തിലുണ്ട്. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി, പുഷ്പങ്ങൾ വിടരുന്നു, അത്തിപ്പഴം പഴുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശീതകാലം കഴിഞ്ഞു വരുമ്പോൾ കാണുന്നതാണ് ഈ അത്തിവൃക്ഷം. അതിന്റെ ഇലകൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കായ്കൾ ഉണ്ടെന്നാണ്. അത് ശരി. ഇലയുള്ള ഒരു അത്തിവൃക്ഷം മറ്റു വൃക്ഷങ്ങൾക്ക് ഇലയുണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ഇലയുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. ഇലയുണ്ടെങ്കിൽ അതിൽ അത്തിപ്പഴം ഉണ്ടായിരിക്കണം. എന്നാൽ ആ ഒരു വൃക്ഷത്തിന് മാത്രം എന്താണ് ഇലയുണ്ടായിരുന്നത്? അത് നീരോട്ടമുള്ള അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അതിന് ഇലയുണ്ടായിരുന്നത്. അതെ. അപ്പോൾ ഒരു അത്തിവൃക്ഷം മാത്രം മറ്റു വൃക്ഷങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ പദവി ലഭിച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തിനെയാ കാണിക്കുന്നത്? നമ്മൾ ഓർത്തു ഇതൊരു ഉപമയാണെന്ന് പറഞ്ഞു. ഉപമയിൽ ദൈവരാജ്യത്തിന്റെ മർമ്മമാണ്. ഈ അത്തിവൃക്ഷം എന്തിനെയോ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അത് ഇസ്രായേലിന്റെ ഒരു സൂചകമായിട്ടായിരിക്കും യേശുക്രിസ്തു പറഞ്ഞത്. ഇസ്രായേൽ തന്നെയാണ്. അതിന് നമുക്ക് തെളിവെടുക്കാം. യോവേൽ പ്രവചനം നിർത്താട്ടെ. പഴയ നിയമത്തിൽ ഒരു ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യോവേൽ പ്രവചനം. യോവേൽ പ്രവചനത്തിലെ 1-ാം അധ്യായം എടുത്തു നോക്കിയാൽ 864 പേജാണ് യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിലെ. അതിന്റെ 6-7 വാക്യം നമ്മൾ വളരെ ശാന്തമായിട്ടൊന്ന് വായിച്ചാൽ മതി. ഞാനൊന്ന് വായിക്കാം. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായൊരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു. എന്റെ ദേശം എന്ന് ദൈവം ബൈബിളിൽ പറയുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചാണ്? ഇസ്രായേലാണോ? ഇസ്രായേലാണ്. ദൈവം എപ്പോഴും എന്റെ ദേശം, എന്റെ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. അപ്പൊ ഇസ്രായേലിന്റെ നേരെ ഒരു വലിയ സൈന്യം വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അത് എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഓടിച്ചു കളഞ്ഞു. അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിന്റെ കൊമ്പുകളെ വെളുത്തുപോയിരിക്കുന്നു. കണ്ടോ? എന്റെ ദേശത്തിന്റെ നേരെ വന്നു, എന്റെ അത്തിവൃക്ഷത്തെ ഓടിച്ചു, അതിന്റെ കൊമ്പുകളൊക്കെ തകർത്ത് അതിന്റെ തൊലിയൊക്കെ ഉരിച്ചു. അപ്പോൾ എന്റെ അത്തിവൃക്ഷം, എന്റെ ദേശം ഇവിടെ തീർച്ചയാണോ? ഇത് വളരെ വ്യക്തമാണ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ജെറമ്യാ പ്രവചനം 24-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 10 വരെയും 29-ന്റെ 17 തൊട്ട് 19 വരെയും ഹോശേയ 9-ന്റെ 10-ാം വാക്യവും വായിച്ചാൽ അത്തിവൃക്ഷത്തിൽ ആദ്യത്തെ കനി എന്ന പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. അത് ശരി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ പിതാക്കന്മാർ. അപ്പോൾ ഈ അത്തിവൃക്ഷമാണ് യഹൂദ രാഷ്ട്രം. അവരെ കാണിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇലയുള്ള ഒരു അത്തിവൃക്ഷം? മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രം. മുമ്പേ നമ്മൾ ചിന്തിച്ചില്ലേ? അതെ സാർ, നേരത്തെ പറഞ്ഞായിരുന്നു പ്രത്യേക പദവികളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം പ്രത്യേക ദൈവാനുഗ്രഹത്തോടുകൂടെ ദൈവം അയച്ച അല്ലെങ്കിൽ നിലനിർത്തിയ രാഷ്ട്രമാണ് ഇസ്രായേൽ. അങ്ങനെ അവർക്കൊരു പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അവർക്ക് ഇലയുണ്ടായിരുന്നു. ഓഹോ. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ബാഹ്യമായി കായ ഉണ്ടെന്നൊരു പ്രകടനമാണ്. എന്ന് പറഞ്ഞാൽ ദേവാലയമുണ്ട്, യാഗങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, പുരോഹിതന്മാരുണ്ട്, ശുശ്രൂഷകളൊക്കെയുണ്ട്. കണ്ടാൽ തോന്നും വലിയ ഭക്തരാണ്. ഇലയുണ്ട്, പക്ഷെങ്കിൽ അതിനകത്ത് എന്തില്ല? ഫലമില്ല. ഇന്നത്തെ ക്രിസ്ത്യ സമൂഹം ഇതുപോലെ പലപ്പോഴും അവര് ആ രാഷ്ട്രത്തെ ഒരുക്കിയത് ദൈവപുത്രനെ വാസ്തവത്തിൽ ജന്മം കൊടുക്കുവാനാ. ആ രാഷ്ട്രം തന്നെ ദൈവപുത്രനെ കൊന്നുകളയുന്നു. അതെ അതെ. ഇലയുണ്ട്, പക്ഷെങ്കിൽ എന്തില്ല? ഫലമില്ല. ഇന്നത്തെ ക്രിസ്ത്യ സമൂഹത്തിൽ ഏറിയ പങ്കും ഇങ്ങനെയാണോ? ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യെസ്. ബാഹ്യമായ ഭക്തി പ്രകടനങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ യഥാർത്ഥമായ ഫലം ദൈവം ഒരുക്കിയ രക്ഷ അവർ കരസ്ഥമാക്കുന്നു. അവിടെ ഈ സംഭവം കർത്താവ് പറഞ്ഞു 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ അത്തിവൃക്ഷം ഉണങ്ങിയതുപോലെ ഇസ്രയേൽ എന്ന രാഷ്ട്രം, കർത്താവ് ഇതര AD 30 പറഞ്ഞു എന്നിരിക്കട്ടെ, ഒരു 40 വർഷം കൂടെ കഴിഞ്ഞു. എന്തിനാ 40 വർഷം കാത്തുനിന്ന്? 40 വർഷം ബൈബിളിൽ ശ്രദ്ധിച്ചാൽ പരിശോധനയുടെ പ്രൊബേഷന്റെ ഒരു പീരീഡാണ്. ഈ മരുഭൂമിയിൽ എത്ര വർഷം അവർ ഉയർന്നു നടന്നു? ഇസ്രായേൽ 40 വർഷം. 40 വർഷം. അതെ, 40 വർഷം. 40 ദിവസം അവനെ പരീക്ഷിച്ചു. 40ന്റെ ഒരുപാട് കണക്കുകൾ നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നു. ഇറ്റ്സ് എ ടൈം ഓഫ് പ്രൊബേഷൻ. അവരുടെ പരിശോധിക്കുന്ന ഒരു സമയമാണ്. ഈ കർത്താവ് ഇത് പറഞ്ഞ് വീണ്ടും 40 വർഷം കൂടെ കാത്തിരുന്നു. ദൈവം അവർക്ക് അവസരം കൊടുത്തല്ലേ? അവസരം കൊടുത്തു.
സമയം കൊടുത്തു. ഇവർ മാനസാന്തരപ്പെടുമോന്നറിയാൻ. ഇല്ല എന്ന് മനസ്സിലായി. ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരോട് പറയുന്ന ദൂതുകൾ പറയുന്നവരെ ഇവരെ കൊല്ലുവാൻ വരെ തുടങ്ങി. യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്നു, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അവനെ കൊന്നെന്ന് മാത്രമല്ല, അവന്റെ ദൂതറിയിക്കുന്നവരെ അവർ ഉപദ്രവിപ്പാൻ തുടങ്ങി. അതെ, ആദിമ ക്രൈസ്തവ ശിഷ്യന്മാരെ വളരെ കൊന്നൊടുക്കിയതിന്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഉണ്ട്. യാക്കോബിനെയൊക്കെ മറ്റേ ആരാ കൊന്ന? യഹൂദന്മാരാണ്. അവർ കല്ലെറിഞ്ഞു കൊല്ലുന്നു, വാളുകൊണ്ട് കൊല്ലുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ അത്തിവൃക്ഷം ഉണങ്ങിയതുപോലെ ആ രാഷ്ട്രം 40 വർഷം കഴിഞ്ഞപ്പോൾ ഭൂമുഖത്തില്ലാതായി. ദൈവത്തിന്റെ വചനം അനുസരിക്കാഞ്ഞതുകൊണ്ടുള്ള ശിക്ഷാവിധിയായിരുന്നല്ലേ? ആശ്ചര്യമായി അതങ്ങനെ സംഭവിക്കുകയാണ്. ആ ശിക്ഷയാണ്. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. യേശു നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്കൽ കല്ലിന്മേൽക്കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ. യേശുവിന്റെ കൂടെയുള്ള പുരുഷാരം നഗരപ്രവേശന യാത്രയിൽ വളരെ സന്തോഷിച്ചപ്പോൾ യേശു ആ പട്ടണത്തെ നോക്കി ചിരിക്കുകയല്ല ചെയ്തത്, കരഞ്ഞു. കൽപ്പിക്കുന്ന യേശുവിനെ കരയുന്ന യേശുവായിട്ട് നാം ഇവിടെ പരിചയപ്പെടുകയാണ്. കരയുവാൻ കാരണം യേശു തന്നെ ഇവിടെ പറയുന്നു, യെരുശലേമേ, നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. സമാധാനത്തിന് വഴി തുറന്നിട്ടും സമാധാനമറിയാതെ ജീവിക്കുന്ന അവസ്ഥ, സമാധാനം തരാമെന്ന് പറഞ്ഞിട്ട് അത് നിരസിക്കുന്ന നില, സമാധാനത്തിനെതിരെ മുഖം തിരിക്കുന്ന മനുഷ്യർ, സമാധാന പ്രഭു വന്നിട്ടും വിളിച്ചിട്ടും വില കൽപ്പിക്കാത്ത തലമുറ, അതോർത്താണ് യേശു കരഞ്ഞത്. ഇന്നത്തെ ലോകവും ഈ തലമുറയും ഇതിൽ നിന്നും വ്യത്യസ്തമാണോ? നമ്മുടെ ലോകം സമാധാനത്തിനെതിരെ കണ്ണടയ്ക്കുകയല്ലേ? സമാധാനത്തിന് സ്വയം മാർഗങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? സമാധാനമെന്ന് ലോക നേതാക്കന്മാർ ഉരുവിട്ടിട്ടും ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, അങ്ങേ പ്രസാദം ലഭിച്ചവർക്ക് ഭൂമിയിൽ സമാധാനം, ഭൂമിയിൽ സമാധാനം. കേട്ടുവോ നിങ്ങളെ കാഹളം, കാതു കുളിപ്പിക്കുമാലാപനം. കേട്ടുവോ നിങ്ങളെ കാഹളം, കാതു കുളിപ്പിക്കുമാലാപനം. കാലം കാത്തൊരു ദൈവിക സൂനുവിൻ പാരിലെ വാസവിളംബരം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, അങ്ങേ പ്രസാദം ലഭിച്ചവർക്ക് ഭൂമിയിൽ സമാധാനം. യേശുവിനെ സ്നേഹിത നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ അവിടുത്തെ ക്രൂശിക്കുമോ? നിങ്ങൾ അവിടുത്തെ തള്ളിക്കളയുമോ? നിങ്ങൾ അവിടുത്തെ അന്യരോട് ചേർന്ന് നിന്ന് പരിഹസിക്കുമോ? അതോ രാജാവായി, ദൈവമായി, രക്ഷകനായി, സ്നേഹ സാമ്രാജ്യ സ്ഥാപകനായി അംഗീകരിക്കുമോ? തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ, പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ, കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ, സ്നേഹം പകർന്നെന്റെ സൗഖ്യം തരാൻ, മാറിൽ ചേർന്നെന്റെ സ്വന്തമാക്കാൻ. ക്രൂശിൽ കിടന്ന് തന്നോടുകൂടെ മരിക്കുന്ന കള്ളൻ ഒടുവിൽ യേശുവിനാൽ ആകർഷിക്കപ്പെട്ടു ഇപ്രകാരം പ്രാർത്ഥിച്ചു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. നീ നിസ്സഹായനായി മരിക്കുന്ന യേശു അരുതാത്തത് ചെയ്ത് ജീവിച്ച തനിക്കും കൂടെ വേണ്ടിയാണ് മരിക്കുന്നതെന്ന് ആ കള്ളൻ ഗ്രഹിച്ചു. തന്നെ സഹായിക്കുവാൻ അവൻ അപേക്ഷിച്ചു. യേശു അവന് ഉത്തരമരുളി: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. എന്തൊരത്ഭുതം! മരിച്ചു കഴിഞ്ഞാൽ താൻ പറുദീസ അഥവാ സ്വർഗത്തിലായിരിക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്നാൽ ക്രൂശിലെ നിലവിളിയും
കരച്ചിലും നമ്മുടെ സ്ഥാനത്ത് കിടന്നുകൊണ്ട് നമുക്ക് പകരമായി യേശു അനുഭവിച്ചതാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. യേശുവും അത് പറഞ്ഞു. സ്നേഹിതരെ, എന്നോട് പഠിക്കുക എന്നരുളി ചെയ്ത യേശുവിന്റെ അവകാശവാദങ്ങൾ, അത്ഭുത അടയാളങ്ങൾ, അതുല്യമായ ജീവിതം എല്ലാം പഠിച്ചു നോക്കൂ. ആരും ആ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകും. പിശാചിന്റെ നീചത്വവും ലോകത്തിന്റെ ക്രൂരതയും കൂടെ യേശുവിനെ കുരിശിൽ ഏറ്റിയപ്പോൾ തന്റെ അനന്ത നന്മയെ പ്രതിഷ്ഠിക്കുവാനുള്ള സിംഹാസനമായിട്ട് ആ കുരിശിനെ തന്നെ യേശു ഉപകരണമാക്കിയത് അത്ഭുതമല്ലേ? കൈകളിൽ തറഞ്ഞ ആണികളെ ചെങ്കോലായും തലയിൽ താഴ്ത്തിയ മുൾമുടിയെ രാജകിരീടമായും ശരീരമാസകലം വാർന്നൊഴുകിയ രക്തധാരയെ പട്ടാമ്പരമായും ഇടത്തും വലതുമുള്ള കള്ളന്മാരെ രാജസേവകരായും ചുറ്റും നിന്ന് പരിഹസിക്കുന്ന ശത്രു സംഘത്തെ തന്റെ പ്രിയപ്പെട്ട പ്രഭാമണ്ഡലമായും മാറ്റിയെടുത്ത അങ്ങേ പരമ നന്മയിലേക്ക് സർവ്വജാതി മനുഷ്യരും എല്ലാ കാലവും ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എവിടെ പാപം പെരുകിയോ അവിടെ ദൈവത്തിന്റെ കൃപയും പെരുകി. എവിടെ തിന്മ വർദ്ധിച്ചുവോ അവിടെ ദൈവത്തിന്റെ നന്മ ഒന്നുകൂടെ വർദ്ധിച്ചു. അതാണ് ക്രൂശിലെ സംഭവം. തിന്മയുടെ ഏത് വജ്രായുധത്തെയും നന്മയുടെ അശോകചക്രം കൊണ്ട് പരാജയപ്പെടുത്തുന്ന അതിശക്തമായ ആകർഷണമാണ് കുരിശിലെ കർത്താവായ യേശുക്രിസ്തു. എന്റെ പ്രിയ സ്നേഹിതരെ, എന്താണ് താങ്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പണമാണോ, പ്രതാപമാണോ, മതമാണോ, മദ്യമയക്കുമരുന്നുകളാണോ, കപടഭക്തിയാണോ, ഒരുപക്ഷെ രഹസ്യ തെറ്റുകളാണോ? ഇതൊക്കെയും നമ്മെ അപകടപ്പെടുത്തുന്ന ആകർഷണങ്ങളാണെന്ന് നാം അറിയാതിരിക്കരുത്. ഇത്തരത്തിലുള്ള അപകടകരമായ ആകർഷണത്തെ വെല്ലുന്ന മറ്റൊരു ആകർഷണം കൂടാതെ നാം എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ നാം ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കും? പാപാകർഷണത്തെ പരാജയപ്പെടുത്തുവാൻ ശക്തി അരുളുന്ന യേശു ജീവിക്കുന്നു. പുതുജീവനും പുതുശക്തിയും യേശുക്രിസ്തു നമുക്ക് തരുന്നു. ഓരോരുത്തനെയും അവനവന്റെ അതിക്രമങ്ങളിൽ നിന്നും തിരിക്കുന്നതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായ യേശുവിങ്കിലേക്ക് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നുവോ, അടുപ്പം തോന്നുന്നുവോ? എങ്കിൽ ഇപ്പോൾ തന്നെ പരീക്ഷിക്കൂ. ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്കൂ. യേശുവേ, എന്നെയും അങ്ങ് രക്ഷിക്കണമേ, പുതുമനുഷ്യനാക്കണമേ, ശാന്തി അരുളണമേ, പാപക്ഷമ എനിക്ക് തരണമേ. അതെ, ഇത്തരം ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു അനുഗ്രഹാകർഷണമായി അനുഭവപ്പെടാതിരിക്കുകയില്ല. തീർച്ച. അനുദപിച്ച കള്ളനോട് ക്ഷമിക്കുവാൻ മാത്രമല്ല, അവനെ തന്നോടൊപ്പം പറുദീസയിൽ അന്നു തന്നെ ഇരുത്തുവാൻ മാത്രം കരുത്തുറ്റ ആകർഷണത്തിന്റെ സാക്ഷാത്കാരമായ യേശുക്രിസ്തു താങ്കളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങളുടെ സ്നേഹിതൻ ജോൺ സെബാസ്റ്റ്യൻ. ഇരുളുയരും ഈടവഴി ഇടറി വീഴാതി മരുവി. ഇരുളുയരും ഈടവഴി ഇടറി വീഴാതി മരുവി. ഇടയനാമെന്നേശുണ്ട്, ഇടയനാമെന്നേശുണ്ട്, ഇരുപുറവും കാവലിനാ. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. PEACETRACT peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.